അത് ഈ സിഹറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനമാണ് മറദ്. മറദ് സ്തംഭിപ്പിക്കുക എന്നാണ്. സ്തംഭിപ്പിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു സാഹിർ, ഒരു ക്ഷുദ്രം ചെയ്യുന്ന ഒരാൾ, അയാൾ ആ സിഹർ ചെയ്യുന്നത് ഇയാളെ അവശനാക്കുക, അല്ലെങ്കിൽ തളർവാദം എന്നൊക്കെ പറയും. നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇബ്ലീസ്, പിശാചുക്കൾ മജ്റദ്ദമി, യജ്രീമിനിമിനി ആദമ മജ്റദ്ദമി എന്നാണ്. രക്തം എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അവിടങ്ങളിലൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകിയിട്ടുള്ള പിശാച് ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളെയും മുഴുവൻ ചലനശേഷികളുടെയും കേന്ദ്രബിന്ദു മസ്തിഷ്കമാണ്. ഈ ഒരു ക്ഷുദ്രകർമ്മം കൊണ്ട്, ഈ മറദ് എന്ന് പറയുന്ന ക്ഷുദ്രകർമ്മം കൊണ്ട് നേരെ ആ മസ്തിഷ്കത്തിലേക്കാണ് ചെല്ലുക. ആ മസ്തിഷ്കത്തിൽ പിശാചിൻ്റെ പ്രവർത്തനം മൂലം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ആദ്യം വേദനകളും അതുപോലെ മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കും. കൂടുതലും കൈകാലുകളിലാവും തരിപ്പും അതുപോലെ വേദനയുമൊക്കെ അനുഭവപ്പെടുക. എന്നാലോ ഒട്ടും ചികിത്സകൾ നടത്തിയാലോ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ നടത്തിയാലോ ഒന്നും അത് കാണാൻ പറ്റില്ല, അതിൽ തെളിയത്തുമില്ല. അപ്പോൾ എന്താണ് എന്നറിയാതെ ജീവിതകാലം മുഴുവനും ഇതിനെ ചികിത്സിച്ച് ചികിത്സയൊട്ടും എത്തത്തുമില്ല, എന്നാലോ മരുന്നൊട്ടും കുറയുന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് ജീവിച്ചു തീർക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് ഈ തളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിഹ്റാണ്. അപ്പോൾ അതിൽ പ്രധാനമായും ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തളർത്തിക്കളയുക, പക്ഷാഘാതം എന്ന് നമ്മൾ സ്ട്രോക്കിനെ മലയാളത്തിൽ പറയും. ഏറെക്കുറെ അത് തന്നെയാണ്. എല്ലാ പക്ഷാഘാതവും സിഹർ മൂലമാണ് എന്നോ അല്ലെങ്കിൽ സിഹർ കൊണ്ടിട്ടാണോ എന്നല്ല. എന്നാലോ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളുമൊക്കെ വന്നു തുടങ്ങുമ്പോൾ അതിനെ കണ്ടെത്തുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ദിക്റുകളും ദുആകളും കൊണ്ട് അതിനെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ആ പിശാച് നമ്മുടെ രക്തധമനികളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതോടെ ആ രോഗത്തിൽ നിന്നും ഒരു പക്ഷേ നമുക്ക് പരിപൂർണമായും രക്ഷപ്പെടാൻ സാധിക്കും. ഏതൊരു രോഗവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരികമായ രോഗമാണെങ്കിലും മാനസികമായ രോഗമാണെങ്കിലും എല്ലാം വിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഷിഫാ ആകുന്നതാണ്. അവരവരുടെ ഓരോരുത്തരുടെ ഈമാനിൻ്റെ വലിപ്പം പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ശാരീരികമായ രോഗമാണ്, ഇതിന് ഖുർആൻ ഓതിയത് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല, ബുർദ ഓതിയത് കൊണ്ട് കാര്യമില്ല എന്ന ഒരു ധാരണ വെച്ച് പുലർത്തരുത്. ഏത് രോഗത്തിനും ഖുർആനും സ്വലാത്തും അദ്കാറുകളും ബുർദയുമൊക്കെ ശമനമാണ്. അതിനു പുറമെ മറ്റു രോഗമാണെങ്കിലോ പൈശാചികമായ സിഹർ മുഖേനയുള്ള രോഗങ്ങളാണെങ്കിൽ ഇതല്ലാതെ പരിഹാരവുമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ കൊണ്ടും അദ്കാറുകളും അസ്മാകളും കൊണ്ടിട്ടല്ലാതെ മറ്റ് മരുന്നുകൾ കൊണ്ടിട്ടുള്ള പരിഹാരം ഒരിക്കലും തന്നെ ഫലപ്രദമല്ല. ഒരു താൽക്കാലികമായ ശമനം ലഭിക്കും എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത് ആദ്യമേ തുടക്കത്തിലെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. സ്വാഭാവികമായും കൈകാലുകൾക്ക് തരിപ്പ്, അതുപോലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോൾ അതൊരു കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും എന്നുള്ള ഒരു സമീപനത്തിന് പുറമെ അത് ഏത് രോഗമാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ഇത് വരാനുള്ള കാരണങ്ങൾ നമ്മിലുണ്ടായിട്ടുണ്ടോ എന്ന് സ്വയമേവ ആലോചിക്കുകയും, ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധി എന്താണ് എന്ന് ആലോചിച്ച് അതിനനുസരിച്ച് ദിക്റുകളും ദുആകളുമൊക്കെ ചൊല്ലി
ഷിഫാഇൻ്റെ ആയത്തുകൾ പ്രധാനമായും ഓതുക. ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഷിഫാഇൻ്റെ ആയത്തുകൾ തുടർച്ചയായി 7 ദിവസം ഓതുക. ആ ഷിഫാഇൻ്റെ ആയത്തുകൾ 7 ദിവസം ഓതി നെഞ്ചിലേക്ക് ഊതുക. അതുപോലെ എല്ലാ ദിവസവും സൂറത്തു ദുഹാൻ പാരായണം ചെയ്യുക. സൂറത്തു ദുഹാൻ 7 ദിവസം വരെ പാരായണം ചെയ്യുക. ഷിഫാഇൻ്റെ ആയത്തുകൾ ഓതുക. 40 സ്വലാത്തുകൾ 7 ദിവസം തുടർച്ചയായി ചൊല്ലുക. സിഹ്ർ മുഖേനയുള്ള ഇത്തരം വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണെങ്കിൽ, ആരംഭഘട്ടത്തിലാണെങ്കിൽ അതുടനെ തന്നെ നമ്മിൽ നിന്നും വിട്ടുമാറുന്നതാണ്. അപ്പോൾ സിഹ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം തന്നെയാണ് ഈ മറള്. ആളുകളെ പക്ഷാഘാതം, സ്ട്രോക്കിൽ ആക്കി കളയുന്ന വിധത്തിലുള്ള ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ അമിതമായ ഭയം അയാളുടെ ഉള്ളിലുണ്ടാവും. ചെറിയ കാര്യങ്ങൾക്ക് വരെ അമിതമായ ചിന്ത, സന്തോഷമുണ്ടാവില്ല, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, എപ്പോഴും കിടക്കണം എന്ന് തോന്നുക, ഉറങ്ങണം എന്ന് തോന്നുക, അതുപോലെ തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെടുക, അതുപോലെ തലയ്ക്ക് വലിയ ഭാരവും തലവേദനയും ഒക്കെ അനുഭവപ്പെടുക. ഇങ്ങനെ തുടങ്ങി സാധാരണഗതിയിൽ ഒരു രോഗിക്കുണ്ടാവുന്ന കാരണങ്ങൾ, രോഗി എന്ന് പറഞ്ഞാൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്ന രോഗങ്ങളുണ്ട്, ആ കാരണങ്ങൾ തന്നെയാവും ഇതിലുമുണ്ടാവുക. പക്ഷേ വ്യത്യാസമുണ്ടാവും. അത് സിഹ്ർ മുഖേനയാണോ അല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്, അതല്ലെങ്കിൽ കേവലം ശാരീരികമായ രോഗം ആണോ അല്ലേ എന്ന് മനസ്സിലാക്കേണ്ടതും നമ്മുടെ ആവശ്യം അനുസരിച്ചായിരിക്കും നമ്മളത് കണ്ടെത്തി അതിന് പ്രതിവിധി ചെയ്യേണ്ടതാണ്. രണ്ടായിരുന്നാലും, ശാരീരികമാണെങ്കിലും സിഹ്ർ പരമാണെങ്കിലും, ഷിഫാഇൻ്റെ ആയത്തുകൾ 7 ദിവസം, അതുപോലെ സൂറത്തു ദുഹാൻ 7 ദിവസം, അതുപോലെ 40 സ്വലാത്ത്, അറിയുന്ന ഏതു സ്വലാത്തായിരുന്നാലും 40 സ്വലാത്ത് ചൊല്ലുമ്പോൾ പ്രാരംഭഘട്ടമാണെങ്കിൽ അതൊക്കെയും ഒഴിഞ്ഞു പോകാൻ അത് തന്നെയാണ് ധാരാളം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സാഹിര്യങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ.